നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട വീഴ്ച അന്വേഷിക്കാൻ കമ്മീഷൻ. വെറ്ററിനറി സർവകലാശാല 4 അംഗ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്. ഡീനിന്റെയും അസിസ്റ്റന്റ് വാർഡന്റെയും ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ഉൾപ്പെടെ പരിശോധിക്കും. 3 മാസമാണ് സമിതിക്ക് സമയം നൽകിയിരിക്കുന്നത്. സമിതിയുടെ റിപ്പോർട്ടിന് ശേഷം തുടർ നടപടികൾ ഉണ്ടാകും. പൂക്കോട് വെറ്ററിനറി കോളേജ് മെൻസ് ഹോസ്റ്റലിൽ 4 വാർഡന്മാരെ നിയോഗിക്കാനും സർവകലാശാല തീരുമാനിച്ചിട്ടുണ്ട്. 3 നിലയുള്ള ഹോസ്റ്റലിൽ ഓരോ നിലയ്ക്കും ഓരോ വാർഡനാകും ചുമതല. ഒരു അസിസ്റ്റന്റ് വാർഡന് ഹോസ്റ്റലിന്റെ മുഴുവൻ ചുമതലയും ഉണ്ടാകും. എന്തുണ്ടായാലും 4 പേരും ഉത്തരവാദികൾ ആയിരിക്കും. എന്നാൽ ഈ റെസിഡന്റ് ട്യൂട്ടറെ നിയമിക്കുന്ന കാര്യത്തിൽ തീരുമാനം ആയിട്ടില്ല. അതേസമയം പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നും പ്രതിഷേധം ശക്തമാക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, KSU സംസ്ഥാന അധ്യക്ഷന്മാർ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം ഇന്ന് 3ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. രാവിലെ 11 മണിക്ക് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് MSFും ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ സഹപാഠി അക്ഷയെ പ്രതി ചേർക്കണമെന്ന ആവശ്യം കുടുംബം ശക്തമാക്കിയിരിക്കുകയാണ്. മരിക്കുന്നതിന്റെ അവസാന 3 ദിവസം സിദ്ധാർത്ഥനോടൊപ്പം ഉണ്ടായിരുന്നത് അക്ഷയാണ്. അക്ഷയെ പ്രതി ചേർക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്നും സിദ്ധാർത്ഥന്റെ കുടുംബം പറയുന്നു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളെല്ലാം പിടിയിലാകുമ്പോഴും തുടക്കം മുതൽ പ്രതിപട്ടികയിൽ കുടുംബം പറയുന്ന പേരാണ് അക്ഷയ്. പക്ഷേ അപ്പോഴും അക്ഷയെ എന്തുകൊണ്ട് പ്രതി ചേർക്കുന്നില്ല അടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. അക്ഷയ് പ്രധാനമായും ഒരു അക്ഷയുടെ അതായത് അച്ഛനും അമ്മയും ഒക്കെ തന്നെ നല്ല ഉയർന്ന പാർട്ടി പ്രവർത്തകർ ആണ് എന്നും പാർട്ടി പിടിബലമുള്ള ആൾക്കാരാണെന്ന ആക്ഷേപമുണ്ട്. നേരത്തെ തന്നെ മുമ്പ് സിദ്ധാർത്ഥ് തന്നെ ഇത് അമ്മാവനോട് ഇക്കാര്യം പറഞ്ഞിരുന്നു. അവന്റെ അച്ഛനൊക്കെ തന്നെ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരാണെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണോ ഇത്തരത്തിൽ അക്ഷയെ പ്രതിപട്ടികയിൽ ചേർക്കാത്തത് എന്നാണ് കുടുംബം ചോദിക്കുന്ന ചോദ്യം. കഴിഞ്ഞ ദിവസം തന്നെ കുടുംബം ഈ ഒരു കാര്യം ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്. കാരണം ഉറ്റ സുഹൃത്താണ് അക്ഷയ്. എന്തുകൊണ്ടാണ് അക്ഷയ് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ കുടുംബത്തോട് പറയാതിരുന്നത്? അല്ലെങ്കിൽ അതിനുശേഷം ഭയമാണെങ്കിൽ പോലും എന്തുകൊണ്ട് എന്നോടോ അവന്റെ അമ്മയോടോ, അതായത് സിദ്ധാർത്ഥന്റെ അച്ഛനോടോ അമ്മയോടോ ഇതിനെക്കുറിച്ച് യാതൊരു കാര്യവും മിണ്ടുന്നില്ല? ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ അവൻ മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കാരണം ഇക്കാര്യങ്ങളൊക്കെ തന്നെ അക്ഷയ്ക്കും അറിവുണ്ട് നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. വീഴ്ച ഇതുമായി ബന്ധപ്പെട്ട് കോളേജിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാനായി 4 അംഗ സമിതി വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതലും ചർച്ച ചെയ്യേണ്ടത് ഈ അധ്യാപകർ തന്നെ പ്രതിപട്ടികയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ നടക്കമുള്ള കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ ദിവസവും ഈ ഡീനിന്റെയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് വാർഡിനെയും സ്ഥാനത്ത് നിന്ന് മാറ്റിയ സംഭവത്തിൽ വൈകിയാണ് ഈ ഒരു പ്രതികരണം, അല്ലെങ്കിൽ വൈകിയാണ് ഈ ഒരു നടപടി വന്നത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥന്റെ അച്ഛൻ പ്രതികരിച്ചിരുന്നത്. എന്തായാലും ഈ ഒരു ആവശ്യവും അവർ ഉന്നയിക്കുന്നുണ്ട്. വാർഡന്റെ അറിവോടുകൂടിയാണ് എല്ലാം നടന്നത് എന്ന കാര്യവും അവർ തന്നെ ഉന്നയിക്കുകയാണ് ഇവിടെ.